ഹായ് വെൽക്കം ടു മാറ്റ്കം മറ്റൊരു ലെക്ചർ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ NCERT കെമിസ്ട്രി ക്ലാസ് +1 ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ കെമിസ്ട്രിയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ഇനിഷ്യൽ പാർട്ട് മാറ്റർ എന്താണ്, മാറ്ററിനെ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം, ഹോമോജിനിസം ഹെറ്ററോജിനിസം തമ്മിലുള്ള ഡിഫറൻസ് എന്ത്, സ്റ്റാൻഡേർഡ് SI യൂണിറ്റ് എന്താണ്, സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്താണ്, ഇതിൻ്റെ എല്ലാം ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങുകൾ നമ്മൾ കണ്ടിരുന്നു. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ ചാനലിൽ ക്ലാസ് 10 ഫിസിക്സ് കെമിസ്ട്രി മാത്സുമായി ബന്ധപ്പെട്ട് ഡിഫറെൻറ്റ് വീഡിയോസ് അവൈലബിൾ ആണ്. +2 മാത്തമാറ്റിക്സ് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് വീഡിയോസ് അവൈലബിൾ ആണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും വീഡിയോസ് അവൈലബിൾ ആണ്. ലിങ്ക് വീഡിയോയുടെ അവസാനം കൊടുക്കാം, നിങ്ങൾക്കത് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. സോ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗറുകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സിഗ്നിഫിക്കൻറ്റ് ഫിഗറിനകത്ത് നമ്മൾ പറഞ്ഞു എല്ലാ നോൺ സീറോ ഡിജിറ്റുകളും സിഗ്നിഫിക്കൻ്റ് ആണ്. ഒരു ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിന്റെ ലെഫ്റ്റിൽ വരുന്ന സീറോകളൊന്നും സിഗ്നിഫിക്കൻ്റ് അല്ല. പക്ഷേ ബിറ്റ്വീൻ രണ്ട് നോൺ സീറോ ഡിജിറ്റുകൾക്കിടയിൽ വരുന്ന സീറോ എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻ്റ് ആണ്. ഇവിടെ നമ്മൾ കാണാതെ പോയ എക്സാമ്പിൾ ഉണ്ട്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ടേക്ക് നമ്പർ ഈസ് എക്സ്പ്രസ്ഡ് ആസ് 1.5 into 10⁻³ gram. If you're expressing 1.50 into 10⁻³ grams, 1.500 into 10⁻³ gram means ഇവിടെ 10ന്റെ പവറിനെ നമ്മൾ സിഗ്നിഫിക്കൻസിൽ നോക്കില്ല. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ നോക്കും, ബാക്കി നോക്കാം. ഇവിടെ എത്രയുണ്ട്? 2 എണ്ണം. സോ ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഈസ് 2. ഇവിടെ 3 എണ്ണം. നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഈസ് 3. ഇവിടെ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഓക്കെ, സോ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാൽക്കുലേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് റൗണ്ടിങ് ഓഫ് പ്രിൻസിപ്പിൾ. ദറ്റ് ഈസ് കോൾഡ് റൗണ്ടിങ് ഓഫ് പ്രിൻസിപ്പിൾ. റൗണ്ടിങ് ഓഫ് ചെയ്യുന്നത് സിഗ്നിഫിക്കൻറ്റ് ഫിഗറുകളുടെ എണ്ണത്തെ കുറയ്ക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഒരു നമ്പർ ഉണ്ട് 46.32. ഈ 46.32 എടുത്തു കഴിഞ്ഞാൽ ഇതിന് ഇപ്പോഴത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിന്റെ എണ്ണം എന്ന് പറയുന്നത് 4 ആണ്. ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിന്റെ എണ്ണം 4ൽ നിന്ന് മാറ്റി 3ലേക്ക് കുറയ്ക്കണമെങ്കിൽ, 4ൽ നിന്ന് മാറ്റി 3ലേക്ക് കുറയ്ക്കാതെ നമുക്ക് ഈ 2 റിമൂവ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു നമ്പറിനെ റിമൂവ് ചെയ്യുന്നെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് റൗണ്ടിങ് ഓഫ് പ്രൊസീജിയർ. അവിടെ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ റിമൂവ് ചെയ്യേണ്ട നമ്പർ ഏതാണോ അതിന് തൊട്ട് മുമ്പുള്ള നമ്പർ നോക്കാം. റിമൂവ് ചെയ്താൽ തൊട്ട് നമ്പർ നോക്കാം. ഇനി തന്നിരിക്കുന്ന ആ നമ്പർ, നമ്മൾ റിമൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്പർ ഒന്നെങ്കിൽ 5 ആവാം, അല്ലെങ്കിൽ 5ന് മുകളിലാവാം, അല്ലെങ്കിൽ 5ന് താഴെയാവാം. ഇപ്പൊ ഈ നമ്പർ എന്ന് പറയുന്നത് 5ന് താഴെയാണെങ്കിൽ ആ നമ്പർ അതേപടി റിമൂവ് ചെയ്യുക. എന്നിട്ട് സിഗ്നിഫിക്കൻറ്റ് എന്ന് പറയുന്നത് 46.3 എന്ന് എഴുതുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നേരെ മറിച്ച് ഇതിപ്പോൾ 46.37 എന്നായിരുന്നെങ്കിൽ ഇതിന്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗറുകളുടെ എണ്ണം 4 ആണ്. ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗറുകളുടെ എണ്ണം 4ൽ നിന്ന് നമ്മൾ 3ലേക്ക് കുറയ്ക്കുവാണെങ്കിൽ നമ്മൾ ഈ 7 മാറ്റുകയാണ് ചെയ്യുന്നത്. 7 എന്ന് പറയുന്ന 5+ ആയതുകൊണ്ട് അതിന് തൊട്ട് മുമ്പുള്ള നമ്പറിന് കൂടെ 1 കൂട്ടുക. സോ ഇറ്റ് വിൽ ബിക്കം 46.4. ഇങ്ങനെയാണ് 5+ഉം 5 ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം. ഇനി നമുക്കിപ്പോൾ ഒരു നമ്പർ ഉള്ളത് 46.35 എന്നാണെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിന്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗറുകളുടെ എണ്ണം 4 ആണ്. നമ്മൾ ഇതിനെ 3 സിഗ്നിഫിക്കൻറ്റിലേക്ക് മാറ്റുമ്പോൾ നമ്മളിവിടെ നോക്കിയാൽ മനസ്സിലാവും നമ്പർ 5 ആണ്. 5നേക്കാൾ കൂടുതലാണെങ്കിൽ ഇപ്പുറത്ത് 1 ആഡ് ചെയ്യണം. 5നേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യണ്ട. ഇവിടെ 5 ആകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ നമ്മൾ റിമൂവ് ചെയ്യുന്ന 5ന്റെ തൊട്ട് മുമ്പുള്ള നമ്പർ ഈവൻ ആണോ ഓഡ് ആണോ നോക്കാം. ആ നമ്പർ ഈവൻ ആണെങ്കിൽ ആ നമ്പർ അതേപടി എഴുതുക. ആ നമ്പർ ഓഡ് ആണെങ്കിൽ നമ്മൾ അതിനോട് കൂടി 1 കൂട്ടുക. ഫോർ എക്സാമ്പിൾ 46.35, 5ന് തൊട്ട് മുമ്പുള്ള നമ്പർ ഓഡ് ആയതുകൊണ്ട് നമ്മൾ ഇതിനെ 46.4 എന്ന് എഴുതും. നേരെ മറിച്ച് ഇത് 46.45 ആയിരുന്നെങ്കിൽ 5 റിമൂവ് ചെയ്യുമ്പോൾ അതിനെ 46.4 എന്ന് തന്നെ എഴുതും. ഇങ്ങനെയാണ് നമ്മൾ റൗണ്ടിങ് ഓഫ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ റൗണ്ടിങ് ഓഫ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതേ മറിച്ച് നമ്മളിപ്പോൾ അഡീഷനും സബ്സ്ട്രാക്ഷനും ചെയ്യുവാണെന്ന് വിചാരിക്കാം. നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രൊസീജിയർ നമ്മൾ അഡീഷനും സബ്സ്ട്രാക്ഷൻ, ഡെസിമൽ നമ്പറിന്റെ അഡീഷനോ സബ്സ്ട്രാക്ഷനോ ചെയ്യുവാണെങ്കിൽ നമ്മൾ എൻഡ് റിസൾട്ടിൽ നോക്കേണ്ടത്, നമ്മുടെ എൻഡ് റിസൾട്ടിനെ റൗണ്ട് ഓഫ് ചെയ്യേണ്ടത് മിനിമം നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസിലേക്കാണ്. റൗണ്ട് ചെയ്യേണ്ടത് മിനിമം നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസുകളിലേക്കാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ എടുക്കുന്ന എക്സാമ്പിൾ 35.52. ഇതിനകത്ത് ഡെസിമൽ പ്ലേസുകളുടെ എണ്ണം 2 ആണ്, സിഗ്നിഫിക്കൻറ്റ് ഫിഗറുകളുടെ എണ്ണം 4 ആണ്. ഇത് ഡെസിമൽ പ്ലേസിന്റെ എണ്ണം 2, സിഗ്നിഫിക്കൻറ്റ് ഫിഗറിന്റെ എണ്ണം 4 ആണ്. മറ്റേന്ന് പറയുന്നത് 10.3 എടുത്താൽ ഡെസിമൽ പ്ലേസിന്റെ എണ്ണം 1 ആണ്, സിഗ്നിഫിക്കൻറ്റ് ഫിഗറിന്റെ എണ്ണം എന്ന് പറയുന്നത് 3 ആണ്. നമ്മൾ രണ്ടുകൂടെ കൂട്ടിയാൽ 2, 8, 5, 4, 45.82.
45.82 എന്ന് പറയുമ്പോൾ ഡെസിമൽ പ്ലേസ് 2 ഉണ്ട്, സിഗ്നിഫിക്കന്റ് ഫിഗർ 4 ഉണ്ട്. അഡീഷണൽ സബ്സ്ട്രാക്ഷന്റെ റൂൾ അനുസരിച്ച് നമ്മൾ എടുക്കുന്നതിനകത്ത് മിനിമം നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസ് ആയിരിക്കണം. അപ്പൊ ഈ രണ്ട് നമ്പറിനകത്ത് മിനിമം ഡെസിമൽ പ്ലേസ് ഇവിടെയുള്ള ഒരു ഡെസിമൽ പ്ലേസ്. അപ്പൊ ഇതിന്റെ ഡെസിമൽ പ്ലേസിനെ ഒരെണ്ണം കുറയ്ക്കുക. അപ്പൊ നമുക്ക് ഈ 2 റിമൂവ് ചെയ്യണം. 2 എന്ന് പറയുന്നത് ലെസ് ദാൻ 5 ആയതുകൊണ്ട് ഇപ്പുറത്തെ ചേഞ്ച് ഒന്നും വരുത്തേണ്ട. യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 45.8. ഇങ്ങനെയാണ് അഡീഷണൽ അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ടതെന്ന് പറയുന്നത്. വേറെ എക്സാമ്പിൾ നമ്മൾ നോക്കുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇഫ് യു ടേക്ക് 3.56, 3.56 ഡെസിമൽ പ്ലേസ് 2 ഉണ്ട്, സിഗ്നിഫിക്കന്റ് ഫിഗറുടെ എണ്ണം 3 ഉണ്ട്. 0.021 ഡെസിമൽ പ്ലേസ് എന്ന് പറയുന്നത് 4 എണ്ണമാണ്. സോറി, ഡെസിമൽ പ്ലേസ് എന്ന് പറയുന്നത് 3 എണ്ണമാണ്. സിഗ്നിഫിക്കന്റ് ഫിഗറുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 3.56 നിന്ന് 0.21 കുറയ്ക്കുവാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് 3.539. ഇതിനകത്ത് എത്രയുണ്ട്? ഡെസിമൽ പ്ലേസ് 3 എണ്ണമുണ്ട്, സിഗ്നിഫിക്കന്റ് ഫിഗർ 4 എണ്ണമുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? അഡീഷണൽ സബ്സ്ട്രാക്ഷനോ ചെയ്യുമ്പോൾ മിനിമം നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം, 2 ഡെസിമൽ പ്ലേസിലേക്ക്. അപ്പൊ നമുക്ക് ഈ 9 മാറ്റണം. 9 എന്ന് പറയുന്നത് എന്താണ്? 5നേക്കാൾ കൂടുതലാണ്. അപ്പൊ അതിന് തൊട്ട് മുമ്പുള്ള നമ്പറിലേക്ക് 1 കൂട്ടുക. സോ ഇറ്റ് വിൽ ബിക്കം 3.54 എന്ന് കിട്ടും. സോ അഡീഷണൽ സബ്സ്ട്രാക്ഷനോ ചെയ്യുന്ന സമയത്ത് അഡീഷണൽ സബ്സ്ട്രാക്ഷനോ ചെയ്ത് കഴിഞ്ഞുള്ള റിസൾട്ടിൽ മിനിമം നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഇത് മാറി നമ്മൾ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ആണ് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ആണെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ റിസൾട്ടിൽ നോക്കേണ്ടത് ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ആണ്. നോക്കേണ്ടത് ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ആണ്. ഓക്കെ, ഫൈൻ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ 2 നമ്പർ എടുക്കുന്നു, 6.26ഉം 5.8. ഇവിടെ നമ്മൾ ഡെസിമൽ പ്ലേസുകളുടെ എണ്ണം നോക്കിയാൽ ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്, ഇവിടെ 1 ഡെസിമൽ പ്ലേസ് ഉണ്ട്. സിഗ്നിഫിക്കന്റ് ഫിഗറുകളുടെ എണ്ണം നോക്കിയാൽ 3 സിഗ്നിഫിക്കന്റ് ഫിഗർ, 2 സിഗ്നിഫിക്കന്റ് ഫിഗർ. നമ്മളിവിടെ നോക്കേണ്ടത് സിഗ്നിഫിക്കന്റ് ഫിഗറുകളുടെ എണ്ണം കുറവ്, അപ്പൊ അതെന്ന് പറയുന്നത് എന്താണ്? 2 സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ്. 6.26നെ 5.8 മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് 36.308. നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 36.308. 36.308 എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? ഇതിനകത്തുള്ള സിഗ്നിഫിക്കന്റ് ഫിഗറുകളുടെ എണ്ണം എന്ന് പറയുന്നത് 5 ആണ്. പക്ഷേ നമ്മൾ പറഞ്ഞു, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുന്ന റിസൾട്ടിൽ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗർ, അതായത് തന്നിരിക്കുന്ന 2 മൾട്ടിപ്ലൈ ചെയ്തത് 2 നമ്പറിനകത്ത് സിഗ്നിഫിക്കന്റ് ഫിഗർ ഏറ്റവും കുറവുള്ള 5.8 2 സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ്. അതിലേക്ക് ഇതിനെ റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യാം? 36.308 എടുത്തു. സോ 8നെ റിമൂവ് ചെയ്തു. 8 എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആയതുകൊണ്ട് ഇപ്പുറത്തേക്ക് 5+ ആയതുകൊണ്ട് ഇപ്പുറത്തേൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് 36.31. ഇനി 1 റിമൂവ് ചെയ്യണം. 1 റിമൂവ് ചെയ്യുമ്പോൾ 5നേക്കാൾ ലെസ് ആയതുകൊണ്ട് ഇപ്പുറത്തേക്ക് ഒന്നും ആഡ് ചെയ്യേണ്ടതില്ല. സോ യു വിൽ ഗെറ്റ് 36.3. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഈ 3 റിമൂവ് ചെയ്യണം. 3 എന്ന് പറയുന്നത് ലെസ് ദാൻ 5 ആയതുകൊണ്ട് ഒന്നും ആഡ് ചെയ്യണം. സോ യുവർ ആൻസർ ഈസ് ഗോയിങ് ടു ബി 36. 36ന്റെ സിഗ്നിഫിക്കന്റ് ഫിഗറുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 എന്ന് കിട്ടും. സോ ഇങ്ങനെയാണ് അഡീഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലെ ഡിവിഷനകത്ത്. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ആകുമ്പോൾ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗറിലേക്ക് റൗണ്ട് ചെയ്യുക. അതുപോലെ തന്നെ അഡീഷനോ മൾട്ടിപ്ലിക്കേഷനോ ആണെങ്കിൽ ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസിലേക്ക് റൗണ്ട് ചെയ്യുക. ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസിലേക്ക് റൗണ്ട് ചെയ്യുക. ഇത്രയുമാണ് ബേസിക് കോൺസെപ്റ്റിൽ നമ്മൾ അറിയേണ്ടിയിരുന്നത്. മാറ്റർ എന്താണ്, ഹോമോജിനസ് മിക്സർ എന്ത്, ഹെട്രോജിനസ് മിക്സർ എന്ത്, SI യൂണിറ്റുകൾ എന്ത്, യൂണിറ്റ് കൺവേർഷൻസ് എങ്ങനെ നടത്താം, സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ത്, റൗണ്ടിങ് ഓഫ് ഫുഡ്. മാക്സിമം ഇതിനകത്തുനിന്ന് 1 മാർക്കിന് 2 ക്വസ്റ്റ്യൻ, അതാണ് ഏറ്റവും പോസിബിലിറ്റി ഉള്ളത്. അതിൽ വരില്ല. പക്ഷെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ഈസിയായിട്ട് ആൻസർ കണ്ടുപിടിക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ടൈം എടുത്ത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തത്. ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 1ാമത്തെ ആസ്പെക്ട്, ദാറ്റ് ഈസ് കോൾഡ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. നമ്മൾ പറഞ്ഞു വെൻ യു ആർ കൺസിഡറിംഗ് ദ പ്യുവർ സബ്സ്റ്റൻസ്, പ്യുവർ സബ്സ്റ്റൻസുകളെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, എലമെന്റുകളെന്നോ കോമ്പൗണ്ടുകളെന്നോ. കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് 1 അതിലധികമോ എലമെന്റുകൾ ഡെഫിനറ്റ് പ്രപ്പോർഷൻ ബൈ മാസിൽ ജോയിൻ ചെയ്തതാണ്. അപ്പൊ ഇങ്ങനെ കമ്പൈൻ കെമിക്കൽസ് അല്ലെങ്കിൽ മോളിക്കുലർ കമ്പൈൻ ചെയ്യുന്നതിന്, ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുന്നത്, എലമെന്റുകൾ കമ്പൈൻ ചെയ്യുന്നതിനകത്ത് കുറച്ച് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഫോളോ ചെയ്താണ് ഈ കോമ്പിനേഷൻ സംഭവിക്കുന്നത്. എല്ലാ കോമ്പൗണ്ടുകളും ഈ ലോകളെ they will be obeying these laws. So ഒന്നാമത്തെ ലോ ആണ്, that is a very familiar law, that is called a law of conservation of mass. Law of conservation of mass. Law of conservation of mass എന്ന് പറയുന്ന ലോ പ്രപ്പോസ് ചെയ്തത് ആന്റൺ ലാവോസിയർ ആണ്. ആന്റോയിൻ ലാവോസിയർ, ANTOINE, ആന്റോയിൻ ലാവോസിയർ. ലാവോസിയർ is considered as the father of modern chemistry. മോഡേൺ കെമിസ്ട്രിയുടെ ഫാദർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ആന്റോയിൻ ലാവോസിയറിനെയാണ്. So according to law of conservation of mass, matter can neither be created nor be destroyed. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഫിസിക്കൽ പെർസ്പെക്റ്റീവിൽ പറഞ്ഞാൽ, ഡ്യൂറിംഗ്
any physical or chemical change during any chemical or physical change during any chemical or physical change during any chemical or physical change, the total mass of the products remains, the total mass of the product remains total mass of the product remains equal to the total mass of the reactant, equal to the total mass of the reactants. Total mass of the products remains equal to the total mass of the reactant. Okay. For example, നമ്മളൊരു example നോക്കുകയാണെങ്കിൽ, if you take carbon combines with oxygen equal to carbon dioxide. If you take the mass of carbon, that is 12 gram, mass of oxygen, ഒരു oxygen 16, രണ്ട് oxygen 32 gram, this is equal to 44 gram. So what you can understand, the 12 gram of carbon combines with 32 gram of oxygen will give you 44 gram of carbon dioxide. That means the mass of the reactant, the sum of the mass of the reactant and the sum of the mass of the product remains same. This is called a law of conservation of mass. Law of conservation of mass in മറ്റൊരു പേരുണ്ട്, that is called the law of indestructibility of matter. This is called the law of indestructibility of matter. അതായത് മാറ്ററിനെ ഡിസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. That is why it is called the law of indestructibility of matter. The second law is called the law of constant proportion. Law of constant proportion or law of definite proportion. ഈ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന വാക്കാണ് നമ്മൾ കോമ്പൗണ്ട് പ്യൂർ സബ്സ്റ്റൻസിനകത്ത് കോമ്പൗണ്ടിന്റെ ഡെഫിനിഷൻ പറയുന്നതിനകത്ത് ഉപയോഗിക്കുന്നത്. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ദിസ് ഈസ് പുട്ട് ഫോർവേഡ് ബൈ എ സയന്റിസ്റ്റ് ദാറ്റ് ഈസ് കോൾഡ് സർ ജോസഫ് പ്രൗസ്റ്റ്. ഈ പറയപ്പെടുന്ന ലോ പുട്ട് ഫോർവേഡ് ചെയ്തത് സർ ജോസഫ് പ്രൗസ്റ്റ്. ഈ ലോയിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, a chemical compound always contains same element compared together in a same proportion by mass. Chemical compound always contain a same element, always contain same elements, always contain same elements combined together in definite proportion by mass or same proportion by mass. Same proportion by mass. For example, if you consider a compound called carbon dioxide, it is formed from carbon and oxygen. Their masses are carbon mass 12 gram, oxygen mass 32 gram. ഇത് മൊത്തം 44 gram. ഇതിന്റെ നമ്മൾ മാസിന്റെ റേഷ്യോ എടുത്താൽ this is equal to 12:32. അതായത് proportion of mass is 12:32. Cancellation by 4, you will be getting 3:8. That means when carbon combines with oxygen in a ratio of 3:8 by mass, when carbon combines with oxygen by 3:8 ratio by mass, you will be getting carbon dioxide. Or you can say that carbon dioxide can be formed only when if carbon and oxygen are combined in a ratio of 3:8 by mass. Clear? This is called a law of constant proportion. For example, if you take another example, H2 plus O2 giving H2O, or 2H2 plus O2 giving 2H2O. This is a balanced equation. If you take the mass, one hydrogen is 1. Here we have 4 hydrogens, so 4 gram. This is 32 gram. If you take the ratio, that is equal to 4:32. Simplified by 8, so simplified by 4, you will get 1:8. That means when hydrogen combines with oxygen in 1:8 ratio, you will be getting water molecule. Assume that if hydrogen and oxygen are combined in a ratio of 1:7 by mass, now you won't get the matter. So you won't get the water. If you want to get the water, means hydrogen has to combine with oxygen at a ratio of 1:8. In the same way, if you are taking carbon combines with the oxygen to form carbon monoxide. For example, if you take 2 carbon means 24 gram, oxygen means 32 gram.
If you take the ratio, it is equal to 24:32. 24:32. So this is when you cancel it by 4, this will become 6:8. That is equal to 3:4. That means when carbon combines with oxygen at a ratio of 3:4, ratio of 3:4 by mass, you will get carbon monoxide. Carbon combines with oxygen at a ratio of 3:8, you will be getting carbon dioxide. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ കോമ്പിനേഷന്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. കാർബണും ഓക്സിജനും 3:8 റേഷ്യോയിൽ കമ്പൈൻ ചെയ്താൽ കാർബൺ ഡയോക്സൈഡ് കിട്ടും. ആ റേഷ്യോ പറയുന്നത് 3:4 റേഷ്യോയിലാണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് കാർബൺ മോണോക്സൈഡ് ആയിരിക്കും. ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു റേഷ്യോയിൽ കമ്പൈൻ ചെയ്താൽ നമുക്ക് കാർബൺ ഡയോക്സൈഡോ കാർബൺ മോണോക്സൈഡോ കിട്ടത്തില്ല. ഓക്കെ, നമ്മൾ രണ്ട് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ കണ്ടു. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസും ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ ഡെഫിനിറ്റ് പ്രൊപ്പോർഷനും. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്കിന്റെ സൊല്യൂഷൻ എക്സ്പ്ലനേഷൻ കാണാനായിട്ടോ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ കാണാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി കമന്റ് സെക്ഷനിൽ പറയുക. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, പ്ലീസ് ലൈക്ക് ടു ദിസ് പർട്ടിക്കുലർ വീഡിയോ. പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ്. ചാനലിൽ ഡിഫറെന്റ് പ്ലേലിസ്റ്റുകൾ അവൈലബിൾ ആണ്. ക്ലാസ് 10 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, +1, +2 കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇന്ത്യൻ പൊളിറ്റി ടോപ്പിക്സ്, വേരിയസ് ടോപ്പിക്കുകൾ അവൈലബിൾ ആണ്. സോ നിങ്ങൾ ആ പ്ലേലിസ്റ്റുകളെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.